ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് പ്രതീക്ഷയോടെ വീട്ടിൽ കയറി ചെല്ലാൻ വരെ ചില പേടിയില്ലേ? വഴക്ക് പറയുമോ, ചോദ്യം ചെയ്യുമോ? നിങ്ങളുടെ ഭാഗത്തൊരു കുഞ്ഞു ഫാൾട്ട് പറ്റി നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഫേസ് ചെയ്യാൻ വരെ നിങ്ങൾക്കൊരു ചമ്മലില്ലേ? എവിടെ കയറി ചെല്ലാൻ പറ്റും ഇതുപോലെ? എന്തെല്ലാം ബലഹീനതകൾ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചാൽ എഴുതിയിരിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിൽ, നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കയറി ചെല്ലാം. പ്രതീക്ഷയോടെ കയറി ചെല്ലാം. എവിടെ കയറി ചെല്ലാൻ പറ്റും? നിങ്ങൾക്ക് വലിയ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നിരിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു വീഴ്ച വന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുമോ? എന്തു പറയും, ഏത് രീതി പ്രതികരിക്കും, ചീത്ത പറയുമോ? പല ആശങ്കകളോടെ കയറി ചെല്ലാൻ പറ്റുമായിരിക്കും. അസ്വസ്ഥതകളോടെ, ഭയമുള്ള ഒരു മനസ്സോടെ കയറി ചെല്ലാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടില്ല. പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിങ്ങൾ എത്ര വീണുപോയവരോ ബലഹീനരോ ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം ചെല്ലുമ്പോൾ നമ്മളെ എറിഞ്ഞു പൊതിയില്ലെന്ന്. നമുക്കറിയാം ചെല്ലുമ്പോൾ നമ്മളെ തേനീച്ച പോലെ കുത്താനല്ല അവിടെ നിൽക്കുന്നതെന്ന്. പിന്നെയോ പ്രതീക്ഷയോടെ, ഇത്ര പ്രതീക്ഷയോടെ സ്വന്തം വീട്ടിൽ വരെ ചിലപ്പോൾ കയറി ചെല്ലാൻ പറ്റത്തില്ല. സ്വന്തം ഭവനത്തിൽ വരെ ഇത്ര പ്രതീക്ഷയോടെ കയറി ചെല്ലാൻ പറ്റാത്ത എന്നിട്ട് എഴുതിയ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ബലഹീനതകൾ കൊണ്ട് എത്ര പ്രാവശ്യം വീണതാണേലും പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ കൃപാവരത്തെ സമീപിക്കാം. ഈ ലേഖനം എഴുതി, ഹെബ്രായ ലേഖനം എഴുതി വെച്ച ആ ഒരു വചനത്തിന്റെ അർത്ഥം നോക്ക്. പ്രതീക്ഷയോടെ, ഒരു പ്രതീക്ഷയോടെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലം ദൈവത്തിന്റെ സന്നിധി. ഓർക്കുക, നിങ്ങളൊരു പക്ഷേ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് വീടിന്റെ മുറിക്കുള്ളിൽ കരയുന്നവരായിരിക്കാം. ഒറ്റപ്പെടലിന്റെ വേദന ദൈവത്തിനറിയാം, കാരണം അവൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ആണല്ലോ? എത്രയോ കൂടെ സുഹൃത്തുക്കൾ എന്ന വിധത്തിലും ഒരു കുടുംബം എന്ന പോലെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വർഷങ്ങളോളം കൂടെ നടന്നിട്ട് അവര് പോലും എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് യേശുവിന് നന്നായിട്ടറിയാം. എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, നിങ്ങളുടെ ഫോണിൽ കോണ്ടാക്റ്റുകളുണ്ട്, പക്ഷെ നിങ്ങൾ എവിടെയൊക്കെയോ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. കാരണം ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങൾ ഒറ്റപ്പെട്ട് കരയുന്നവരായിരിക്കാം, അതിനെ മറച്ചു വെക്കുന്നില്ല. പക്ഷേ യേശു ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരാളായതുകൊണ്ട് നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ ആഴം ആ ദൈവത്തിനറിയാം. അവൻ ഒറ്റയ്ക്കിരുന്നു. കുരിശുമരണത്തിന്റെ ചില മിനിറ്റുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ ഒറ്റയ്ക്കിരുന്ന് വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികളാകത്തക്ക വിധം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന്, ശിഷ്യന്മാർ പോലും ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് അവർ പോലും വിശ്രമത്തിൽ, ക്ഷീണത്തിൽ ഉറങ്ങുമ്പം അവൻ ഒറ്റയ്ക്കിരുന്നു. ഒറ്റയ്ക്കിരുന്നതിന്റെ വേദന അവൻ അറിയാം. ഇനി നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരാൽ തള്ളിപ്പറഞ്ഞ, സ്വന്തം മാതാപിതാക്കളാലോ സുഹൃത്തുക്കളാലോ കുടുംബക്കാരാലോ ജീവിത പങ്കാളിയാലോ മക്കളാലോ തള്ളിപ്പറഞ്ഞു, അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞു, നിങ്ങൾ അതിൽ ഒത്തിരി വിഷമിച്ചിരിക്കുവാണോ? തള്ളിപ്പറഞ്ഞതിന് ആ ഒരു വേദനയ്ക്ക് എന്തേറെ ആഴമുണ്ടെന്ന് യേശുവിനറിയാം. കാരണം പത്രോസ്ലീഹ അവനെ തള്ളിപ്പറഞ്ഞതാണ്, അന്നേരം ആ വേദന അനുഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദനയുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ആ വേദനയുടെ ആഴം അറിയാം. നിങ്ങൾ ആരുടെയെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലോ ആരുടെയെങ്കിലും മുമ്പിലോ നഗ്നനാക്കപ്പെട്ടു പോയ, നാണം കെട്ടുപോയ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തലകുനിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വളരെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണോ? പലരുടെ മുമ്പിലും ഫേസ് ചെയ്യാൻ വളരെ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരാണോ? അതിന്റെ വേദന ഈ ലോകത്തിലെ ആർക്കും, എല്ലാവർക്കും വിമർശിക്കാനും വിധിക്കാനും മാത്രം അറിയാവുന്ന ഈ ലോകത്ത് അതിന്റെ വേദനയോ ആഴമോ പരപ്പോ അറിയത്തില്ലേലും നിന്റെ ദൈവത്തിന്, യേശുവിന് അതറിയാം. കാരണം പരസ്യമായി വസ്ത്രം വലിച്ചു കീറി നഗ്നനായി കുരിശിൽ തറയ്ക്കുമ്പോ ആ ഒരു നഗ്നതയുടെ ആ ഒരു എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിന്റെ വേദന ആ ദൈവത്തിനറിയാം. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയുടെ ആഴം ഈ ലോകത്തിൽ ആർക്കും അറിയില്ലേലും യേശുവിനറിയാം. നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തുപ്പിയിട്ടുണ്ടോ? യേശുവിന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കലിന്റെയോ വിമർശനത്തിന്റെയോ പരിഹാസത്തിന്റെയോ വേദന നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് വല്ലാതെ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടോ? അതിന്റെ വേദന യേശുവിനറിയാം. അതിന്റെ വേദന യേശുവിനറിയാം. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും, യേശു 12 ശിഷ്യന്മാരെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ കൂടെ പിടിച്ച് കാര്യങ്ങൾ ചെയ്തും പഠിപ്പിച്ചും പ്രാർത്ഥിച്ചുമെല്ലാം ഒരു മനസ്സോടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോകുമ്പോൾ അവസാനം ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യവും തള്ളിപ്പറഞ്ഞ സാഹചര്യവും, അങ്ങനെ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് ശരീരം മരവിക്കാതെ
പച്ചയായ ശരീരത്തേക്ക് കൈകാലുകളിലേക്ക് ആണി അടിച്ച് തുളച്ച് കയറ്റുമ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരിക്കും ഒരുപക്ഷെ കൂടെ ഒരു വീട് പോലെ സ്വന്തം സഹോദരങ്ങളെ പോലെ എല്ലാം കൊണ്ടു നടന്ന പത്രോശ്ലീഹ യൂദാസും ഒക്കെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ അനുഭവിച്ച മനസ്സിന്റെ വേദന പച്ച ശരീരത്തിൽ ആണിയടിച്ച് കയറ്റുന്നതിനേക്കാൾ വലിയ വേദന ഒരുപക്ഷെ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ എല്ലാം വിഷമങ്ങളുടെ ആഴം ശരിക്കും യേശുവിനറിയാം. നിങ്ങളുടെ വിഷമങ്ങളുടെ, സങ്കടങ്ങളുടെ, പരിഹാസത്തിൻ്റെ, വെല്ലുവിളിയുടെ ആഴമൊന്നും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരുമിച്ചൊരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം നിങ്ങളുടെ അനുഭവിക്കുന്ന വേദനയുടെ, കഷ്ടതയുടെ, സങ്കടം. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 പറയുന്നത്, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ആ ദൈവത്തിനറിയാം നിങ്ങളുടെ വിഷമത്തിൽ ആ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. എത്ര പേര് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വരെ നിങ്ങളെ വിട്ടുപോകും. എനിക്ക് അങ്ങനെയുള്ള 3-4 പേരെ അറിയാം. അവരുടെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ അവരുടെ ജീവിത പങ്കാളി പോയി. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം ആരാണെന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞു വേണം ആരാധിക്കാൻ. കാരണം നിങ്ങളുടെ കഷ്ടതയിൽ ഇട്ടിട്ട് പോകുന്ന, ഉപേക്ഷിച്ച് പോകുന്ന, തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന എന്തേലും വരട്ടെ എന്ന് ചിന്തിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, ആരാധിക്കുന്നത്. പിന്നെയോ എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു നിമിഷം, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം. പക്ഷേ എല്ലാ സമയത്തും അങ്ങനെ അല്ലാന്ന് ഇനി നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് തെളിവല്ലേ? നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും ചില സമയത്ത് നിങ്ങളെ തനിച്ചാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മക്കൾ പോലും മുഖം വീർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളോട് വാശി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവമോ വാശി കാണിച്ചിട്ടില്ല, മുഖം വീർപ്പിച്ചിരുന്നിട്ടില്ല. നിന്റെ കഷ്ടതയിൽ നിന്നോട് ചേർന്നിരുന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെ വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ ഒരു ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് പോലും ഭാഗ്യമാണ്. അങ്ങനെ ഒരു ദൈവമുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ ദൈവത്തെ ഞാൻ എത്ര പേർക്കറിയാം ഈ ദൈവത്തെ ആശ്രയിക്കുന്നതെന്ന്? എനിക്ക് ബാങ്ക് ലോൺ ശരിയാകണം, ജോലി കിട്ടണം, വിവാഹം നടക്കണം, IELTS പാസ്സാകണം, അത് മാത്രം, അത് ആ ഒരു വിഷയം മാത്രമല്ല ജീവിതത്തിലുള്ള. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥനാ ബുക്കിലൊക്കെ എഴുതി വെക്കാൻ കേട്ടോ, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവം. ചില സമയത്ത് ചില കഷ്ടതയിലുണ്ടല്ലോ, ദൈവം വല്ലാതെ ആ വ്യക്തിയെ കെട്ടിപ്പിടിക്കുന്ന ചില ഫീലിംഗ് ഉണ്ടാകുമെന്ന് പ്രാർത്ഥനയിൽ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. കഷ്ടതയിൽ ദൈവത്തിൻ്റെ ഒരു ചേർത്തുള്ള ഒരു സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വാക്കാണ്, വചനമാണ് സങ്കീർത്തനം 124 അധ്യായം. അതിനകത്ത് ആകെ 8 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉള്ള ഒരു വിഷയം കിടപ്പുണ്ട്. സങ്കീർത്തനം 124 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളകത്ത്, അതും 91 സങ്കീർത്തനത്തിലെ ആ വാക്ക് തമ്മിൽ വളരെ കണക്റ്റഡാണ്. കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്നത്. സങ്കീർത്തനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ ഉയർന്നപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ജീവനോടെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഇരയെ വിഴുങ്ങുന്നത്. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ യോനയെ മത്സ്യം വിഴുങ്ങിന്ന് എഴുതിയിരിക്കുന്നത്. വിഴുങ്ങി, അപ്പാടെ വിഴുങ്ങി. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലായി, തിമിംഗലത്തിൻ്റെ ഉദരത്തിലെത്തി. അത് വിഴുങ്ങി, കീറി മുറിച്ചു എന്നല്ല, വിഴുങ്ങി. നിങ്ങളെ ചില പ്രതിസന്ധികളൊക്കെ വല്ലാതെ വിഴുങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഇത് വിഴുങ്ങുമോന്ന്. അങ്ങനെ വാ പൊളിച്ചാണ് നിൽക്കുന്നത്. വിഴുങ്ങാൻ വരുന്നത് വാ പൊളിച്ച്, ഇരയുടെ വലിപ്പത്തിനനുസരിച്ച് വാ പൊളിച്ച ഒരു പാമ്പ് ഒരു എലിയെയാണ് വിഴുങ്ങുന്നതെങ്കിൽ അത്രയും വാ പൊളിക്കും. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു എരിയാണ്, അത്രയും വാ പൊളിക്കും. എന്നിട്ട് സങ്കീർത്തകൻ പറയുക, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ നിരന്നപ്പോൾ, പ്രതിസന്ധികൾ നമുക്കെതിരെ വാ പൊളിച്ചപ്പോൾ അതിൽ നമ്മൾ അതിൽ നമ്മൾ തീർന്നു പോകുമായിരുന്നു. എഴുതിയിരിക്കുകയാണ്, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ.
ദൈവം നമ്മുടെ പക്ഷത്തില്ലേ. രോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ രോഗം നിങ്ങളെ തീർത്തിട്ടില്ല. കടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ കടം നിങ്ങളെ തകർത്തിട്ടില്ല. എന്താ കാരണം? കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പല പ്രതിസന്ധികളിലും നിങ്ങൾ പൊടിഞ്ഞു പോകുമായിരുന്നു, നിങ്ങൾ തീർന്നു പോകുമായിരുന്നു, നിങ്ങൾ ചാരമായി പോകുമായിരുന്നു. കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദൈവകൃപയിൽ ആയിരിക്കുന്നതിന്റെ കാരണം. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോയേനെ. കർത്താവിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതാണ് ഒരു കാര്യം പറയുന്നത്. ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തുള്ളോണ്ട് ദൈവത്തെ സ്തുതിക്കണം. അല്ല ഇവിടെ എല്ലാം നമ്മൾ വല്ലാണ്ട് പോയനെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകത, പുതിയ അനുഗ്രഹങ്ങൾ ദൈവം തരും. ഇനിയും സ്തുതിക്കാൻ കാരണങ്ങൾ ദൈവം തരും. സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകതയാ, ഇനിയും സ്തുതിക്കാൻ പുതിയ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ തരും. ഇപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും എവിടെയൊക്കെയോ ഒരു മടിയും എവിടെയൊക്കെയോ ഒരു ലജ്ജയും കിടപ്പുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം തരും. സങ്കീർത്തനം 124 വായിക്ക്. ഇസ്രായേൽ പറയട്ടെ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ നമ്മൾ ഇല്ലാതായി പോകുമായിരുന്നു. ഇസ്രായേൽ പറയട്ടെ, നിങ്ങളുടെ അയൽവാസികൾ പറയട്ടെ, നിങ്ങളെ നോക്കിയിട്ട് പറയട്ടെ, നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിങ്ങൾ വല്ലാതെ വീണു പോകുമായിരുന്നു. ഇതുപോലെ പറയട്ടെ, നമ്മൾ തകർന്നു പോയേനേം ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവിടെ നമ്മൾ വിഴുങ്ങിക്കളയുമായിരുന്നു ഈ പ്രശ്നം. പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സ് തളർന്ന, ശരീരം തളർന്ന, ആലോചന തളർന്ന, ബുദ്ധിക്ക് വരെ ഒരു ക്ഷീണം പറ്റിയ, എന്തിനെന്ന് ചിന്തിച്ച കാലങ്ങൾ അന്നേരം ഒന്നും തളരാതിരുന്നത് കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും നല്ല ഒരു സാലറി മേടിക്കുന്ന നല്ലൊരു സാലറിയൊക്കെ, ഇത് ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നല്ലൊരു വീട് വച്ചെങ്കിൽ, നിങ്ങൾ നല്ലൊരു കാർ മേടിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ സംഭവിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ലായിരുന്നു. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്.